ഹായ് ഫ്രണ്ട്സ്, PS ഇൻഫോ വേൾഡിൻ്റെ LGS മാതൃകാ ചോദ്യങ്ങളുടെ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ LDCക്ക് ചെയ്തൊരു 25 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത്? ഓപ്ഷൻ എ ശാന്തിവനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, നേപ്പാളിൽ നാരായണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഗണ്ഡകി നദി. 2022 ഭൗമദിനത്തിൻ്റെ തീം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ബാർബോസയല്ല, മെഗസ്തീനസ് എന്ന വിദേശ സഞ്ചാരിയാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായിട്ട് വിവരം നൽകിയ വിദേശ സഞ്ചാരി. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. അടുത്ത ചോദ്യം, തൈറോക്സിൻ്റെ കുറവ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ സി ക്രെട്ടനിസം. 1946 ഇന്ത്യയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട നഗരം. 1946 നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യൻ നഗരം. ഓപ്ഷൻ എ മുംബൈ. അടുത്തത്,
തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് വ്യക്തിയെ തിരിച്ചറിയുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആർ അംബേദ്കർ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. കുടുംബശ്രീ പദ്ധതി ആദ്യമായി നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 1998 മെയ് 17. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി കൊച്ചി. തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഓപ്ഷൻ എ കാണ്ട്ല. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഫ്ലിൻറ്റ് ഗ്ലാസ്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? പവിത്ര എന്നറിയപ്പെടുന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്ര. 16-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. 16-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആനി ജോർജ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ബംഗാൾ വിഭജനത്തിനെതിരെ വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചുകൊണ്ടുള്ള സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേരെന്തായിരുന്നു? ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേര്. ഓപ്ഷൻ ഡി പ്രഗ്യാൻ. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ പണ്ഡിത രമാഭായ്. രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി അംഗസംഖ്യ. ഓപ്ഷൻ ഡി 34. ഇവയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ഐസോട്ടോപ്പ് ഏതാണ്? താഴെ പറയുന്നവയിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ കൊബാൾട്ട് 60. ഇവയിൽ ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി ടെറ്റനസ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരണം ഏതാണ്? താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻ സി തളിര്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആൻറ്റി റേഡിയേഷൻ മിസൈൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആൻറ്റി റേഡിയേഷൻ മിസൈൽ. ഓപ്ഷൻ എ രുദ്രം 1. അവസാനത്തെ ചോദ്യം, ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.